CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാജ്യത്തെ പരമോന്നത കായിക ബഹുമതികളിലൊന്നായ അർജുന അവാർഡ് തിളക്കത്തിൽ തച്ചങ്ങാട് ഗ്രാമം. നെല്ലായ മാരായമംഗലം തച്ചങ്ങാട് വാര്യത്തൊടി വി മുഹമ്മദ് അജ്മലിനാണ് അർജുന അവാർഡ് ലഭിച്ചത്. മാതാവ് ആസിയുടെ വേർപാടിന്റെ വിടവിലും അജ്മൽ കൈവരിച്ച നേട്ടം നാടിനും കുടുംബത്തിനും ഒരുപോലെ അഭിമാനമായി മാറി. MSFനും KSUവിനും സംഘപരിവാറുകാർക്ക് കാക്കി ട്രൗസർ തുന്നുന്ന ജോലിയാണെന്ന് SFI അഖിലേന്ത്യാ പ്രസിഡന്റ് ആദർശ് M സജി. മണ്ണാർക്കാട് SFI സംഘടിപ്പിച്ച മുഹമ്മദ് മുസ്തഫ അനുസ്മരണ സമ്മേളന പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിൽപ്പനയ്ക്കായി എത്തിച്ച ആനക്കൊമ്പുമായി 7 അംഗ സംഘത്തെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പുത്തനത്താണിയിൽ വെച്ച് പിടികൂടി. ഫോറസ്റ്റ് ഇന്റലിജൻസ്, ഫോറസ്റ്റ് ഫ്ലൈയിംഗ് സ്ക്വാഡ്, കരുവാരക്കുണ്ട് ഫോറസ്റ്റ് ഓഫീസ് എന്നിവരുടെ സംയുക്ത പരിശോധനയിലാണ് കഴിഞ്ഞ ദിവസം രാത്രി പ്രതികൾ വലയിലായത്. ഓഗസ്റ്റ് 19 മുതൽ 22 വരെ തൃശൂരിൽ വെച്ച് നടക്കുന്ന DYFI സംസ്ഥാന സമ്മേളനത്തിന്റെ പൊതുസമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള പതാകയും വഹിച്ചുകൊണ്ടുള്ള ജാഥയ്ക്ക് പെരിന്തൽമണ്ണയിൽ ഉജ്ജ്വല സ്വീകരണം നൽകി. ചെണ്ടമേളങ്ങളുടെയും പൂക്കാവടിയുടെയും അകമ്പടിയോടെയാണ് പ്രവർത്തകർ വരവേറ്റത്. രാജ്യത്തെ പരമോന്നത കായിക ബഹുമതികളിലൊന്നായ അർജുന അവാർഡ് തിളക്കത്തിൽ തച്ചങ്ങാട് ഗ്രാമം. നെല്ലായ മാരായമംഗലം തച്ചങ്ങാട് വാര്യത്തൊടി വി മുഹമ്മദ് അജ്മലിനാണ് അർജുന അവാർഡ് ലഭിച്ചത്. മാതാവ് ആസിയുടെ വേർപാടിന്റെ വിടവിലും അജ്മൽ കൈവരിച്ച നേട്ടം നാടിനും കുടുംബത്തിനും ഒരുപോലെ അഭിമാനമായി മാറി. ഉമ്മ വിട പറഞ്ഞ് 20ാം നാളിലാണ് അജ്മലിനെ തേടി സന്തോഷ വാർത്തയെത്തുന്നത്. ദേശീയ യുവജനകാര്യ കായിക മന്ത്രാലയം പ്രഖ്യാപിച്ച പുരസ്കാര പട്ടികയിൽ ഉൾപ്പെട്ട 17 കായിക താരങ്ങളിലാണ് അജ്മൽ ഇടം പിടിച്ചത്. ഏഷ്യൻ ഗെയിംസിലടക്കം രാജ്യത്തിനായി നടത്തിയ മികച്ച പ്രകടനങ്ങൾ മുൻനിർത്തിയാണ് പുരസ്കാരം. നിലവിൽ തിരുവനന്തപുരത്ത് നേവിയിൽ CPO റാങ്കിൽ ജോലി ചെയ്യുകയാണ് അജ്മൽ. മണ്ണാർക്കാട് കല്ലടി HSSലെ തുടർക്കാല പരിശീലനമാണ് അജ്മലിനെ അത്ലറ്റിക്സിന്റെ ലോകത്തേക്ക് കൈപ്പിടിച്ചുയർത്തിയത്. തുടർന്ന് കോതമംഗലം MA കോളേജിൽ ലഭിച്ച പരിശീലനം അജ്മലിനെ ദേശീയ തലത്തിലെ മുൻനിര താരമാക്കി മാറ്റുകയായിരുന്നു. മാതാവിന്റെ വിയോഗത്തിൽ ഏറെ ദുഃഖമുണ്ടെങ്കിലും അജ്മലിന്റെ നേട്ടത്തിൽ വലിയ സന്തോഷമുണ്ടെന്ന് ഭാര്യ ജംഷീല പ്രതികരിച്ചു. ആള് ഷോക്കായിരുന്നു. ആള് ഈ ഒരു ടൈമിൽ നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ല. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു അവാർഡ് അനൗൺസ് ചെയ്യുന്ന ഡേറ്റ് എന്ന ബാക്കി കാര്യങ്ങളൊന്നും നമ്മൾ ഓർത്തിട്ട് പോലുമില്ല. നമ്മളെ ആരും വിളിക്കുക അങ്ങനെ ഒന്നല്ല ഉണ്ടായത്. ന്യൂസ് കണ്ടിട്ടാണ് നമ്മൾ അറിയുന്നത്. കാരണം അതിൽ ഫോക്കസ് ചെയ്തിരിക്കുമായിരുന്നില്ല. അതിന് പറ്റിയൊരു സിറ്റുവേഷൻ അല്ല. അതുകൊണ്ട് ന്യൂസ് വഴിയാണ് നമ്മൾ അറിഞ്ഞത്. ഇത്തവണ അർജുന അവാർഡ് ലഭിക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും പെട്ടെന്നുള്ള പ്രഖ്യാപനം വലിയ അത്ഭുതമാണ് ഉണ്ടാക്കിയതെന്നും അവർ പറഞ്ഞു. സംസ്ഥാന ദേശീയ തലങ്ങളിൽ നിരവധി അംഗീകാരങ്ങൾ നേടിയിട്ടുള്ള കായിക താരം കൂടിയാണ് തൃശൂർ എരുമപ്പെട്ടി സ്വദേശിയായ ജംഷീല. നിലവിൽ തുടർ മത്സരങ്ങൾക്കുള്ള തയ്യാറെടുപ്പിലാണ്. 2023 ഇവരുടെ വിവാഹം. വേദനകൾക്കിടയിലും സന്തോഷം നൽകുന്ന വാർത്തയാണിതെന്നും മകന്റെ നേട്ടത്തിൽ അഭിമാനിക്കുന്നുവെന്നും പിതാവ് കുഞ്ഞാലി ഹാജി പറഞ്ഞു. കഠിന പ്രയത്നത്തിന് ലഭിച്ച അർഹമായ അംഗീകാരമാണിതെന്നും ഇന്ത്യയിലെ ഏറ്റവും വലിയ ബഹുമതി കുടുംബത്തിലേക്ക് എത്തിയതിൽ ഏറെ സന്തോഷമുണ്ടെന്നും സഹോദരൻ മിഥിലാജും പറഞ്ഞു. ടോപ്പിൽ നിൽക്കുന്ന ടോപ്പ് അവാർഡ് തന്നെയാണ് അർജുന അവാർഡ്. നമുക്ക് കായികതാരത്തിന് കിട്ടുന്ന ഏതൊരു കായികതാരത്തിൻ്റെയും സ്വപ്നമാണ് ഈ അവാർഡ്. ലൈഫ് ടൈം കിട്ടുന്ന ഒരു അച്ചീവ്മെൻ്റ് ആണ്. അവൻ്റെ ഒരു ഹാർഡ് വർക്കും ഡെഡിക്കേഷനും എല്ലാം കൊണ്ട് കിട്ടിയതാണ്. വളരെയധികം സന്തോഷമുണ്ട്. ഇന്ത്യൻ കായിക താരങ്ങളിൽ മികച്ച അവാർഡാണ് അർജുന അവാർഡ്. അത് പ്രത്യേകിച്ച് 2 മലയാളികൾക്കാണ്. അത് ഒന്നാൾ അജ്മലാണ്. അതുകൊണ്ട് കുടുംബത്തിന് വളരെ സന്തോഷം. ഇനിയും ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് കുതിക്കട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുന്നത്. വരുന്ന മത്സരങ്ങളിലൊക്കെ വളരെ ഗംഭീരമായി കാഴ്ചവും വെക്കും എന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. CCN ചെറുപ്പുളശ്ശേരി. വിൽപ്പനയ്ക്കായി എത്തിച്ച ആനക്കൊമ്പുമായി 7 അംഗ സംഘത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പുത്തനത്താണിയിൽ വെച്ച് പിടികൂടി. ഫോറസ്റ്റ് ഇന്റലിജൻസ്, ഫോറസ്റ്റ് ഫ്ലൈയിംഗ് സ്ക്വാഡ്, കരുവാരക്കുണ്ട് ഫോറസ്റ്റ് ഓഫീസ് എന്നിവരുടെ സംയുക്ത പരിശോധനയിലാണ് കഴിഞ്ഞ ദിവസം രാത്രി പ്രതികൾ വലയിലായത്.
തിരൂർ ആലത്തിയൂർ സ്വദേശികളായ തറയിൽ ജംഷീർ, തറയിൽ അബ്ദുൽ ജബ്ബാർ, തിരൂർ തൃക്കടിയൂർ സ്വദേശി വെട്ടത്ത് ഷോബീഷ്, പുത്തനത്താണി അത്തിക്കാപ്പറമ്പിൽ അബ്ദുൽ ഷമീർ ബാബു, ചാവക്കാട് സ്വദേശി രായമരക്കാർ ഷമീർ, കുറുമ്പത്തൂർ നടുവഞ്ചേരി സുബൈർ, വയനാട് മേപ്പാടി സ്വദേശി ചോലക്കൽ ഫൈസൽ എന്നിവരാണ് പിടിയിലായതെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ മിന്നൽ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. ആനക്കൊമ്പ് കടത്താനായി ഉപയോഗിച്ച കാറും വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്തു. അറസ്റ്റു രേഖപ്പെടുത്തിയ പ്രതികളെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി. നമുക്ക് വൈൽഡ് ലൈഫ് കൺട്രോൾ ബ്യൂറോ, ക്രൈം കൺട്രോൾ ബ്യൂറോ, അതുപോലെ തന്നെ ഫോറസ്റ്റ് ഇന്റലിജൻസ് സെൽ ഇവർക്ക് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ നിലമ്പൂർ ഫോറസ്റ്റ് ഫ്ലൈയിങ് സ്ക്വാഡ് അതുപോലെ തന്നെ കരുവാരക്കുണ്ട് ഫോറസ്റ്റ് സ്റ്റാഫും ചേർന്നിട്ട് ഇങ്ങനെ ആനക്കൊമ്പ് വിൽപ്പന നടത്തുന്ന രഹസ്യവിവരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ പരിശോധന നടത്തുകയും തിരൂർ പുത്തനത്താണി കൽപ്പഞ്ചേരി എന്നുള്ള സ്ഥലത്ത് നിന്ന് ആനക്കൊമ്പും ഏകദേശം 3.5 കിലോ ഭാരം വരുന്ന ആനക്കൊമ്പ് പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. 7 പ്രതികളെയാണ് അതിനകത്ത് നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ പ്രതികളെ നമ്മൾ അന്വേഷണത്തിലാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇനി ഇവരെ കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ അന്വേഷണം നടത്തുന്നതാണ്. CCN പെരിന്തൽമണ്ണ. ഓഗസ്റ്റ് 19 മുതൽ 22 വരെ തൃശൂരിൽ വെച്ച് നടക്കുന്ന ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിന്റെ പൊതുസമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള പതാകയും വഹിച്ചുകൊണ്ടുള്ള ജാഥയ്ക്ക് പെരിന്തൽമണ്ണയിൽ ഉജ്ജ്വല സ്വീകരണം നൽകി. ചെണ്ടമേളങ്ങളുടെയും പൂക്കാവടിയുടെയും അകമ്പടിയോടെയാണ് പ്രവർത്തകർ വരവേറ്റത്. കൂത്തുപറമ്പ് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച ജാഥയെ മുൻ MLA വി ശശികുമാറിന്റെ നേതൃത്വത്തിൽ ചെണ്ടമേളങ്ങളുടെയും പൂക്കാവടിയുടെയും അകമ്പടിയോടെയാണ് പ്രവർത്തകർ വരവേറ്റത്. ഒരു മുഖ്യമന്ത്രി ഈ കേരളത്തെ ചേർത്തുപിടിച്ച ഒരു കാലം നമുക്ക് ഓർമ്മയില്ലേ? പരാതിയുണ്ടോ? പരിഭവമുണ്ടോ? അതിതീവ്ര മഴയിൽ ഒരു പ്രളയമുണ്ടായി. ആ പ്രളയമുണ്ടായി സതീശൻ 8 പേര് മരിച്ചു, 8 പേരെ കാണാതായി. എങ്ങോട്ടാ മുഖ്യമന്ത്രിയായ സതീശൻ പോയത്? ഹെലികോപ്റ്ററിനെ കുറിച്ച് സതീശന് പണ്ടുള്ള അഭിപ്രായം ദൂർത്താണ്. ദൂർത്ത് പിണറായി വിജയൻ ദൂർത്തിനായി ഒന്നും ചെയ്തില്ല. അത് ഈ നാടിനറിയാം. 20 ഹൃദയങ്ങൾ മാറ്റിവെച്ചു, 20 ഹൃദയങ്ങളെ ചേർത്ത് പിടിച്ചു. ദുരന്തമുഖത്ത് ഏകോപനത്തിൽ ഹെലികോപ്റ്റർ ഉപയോഗിച്ചു, ശരി തന്നെ. പക്ഷേ മിസ്റ്റർ വി ഡി സതീശൻ കഴിഞ്ഞ 10 വർഷക്കാലം നിങ്ങൾ ദൂർത്തെന്ന് പറഞ്ഞ ഹെലികോപ്റ്റർ കാലുണ്ടല്ലോ, ആ കാലത്ത് പിണറായി വിജയൻ ഒരമ്മായി അച്ഛനെ കാണാൻ പോകാനും ആ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടില്ല എന്ന് നാം കാണണം. ദൂർത്തോ? നിങ്ങൾ സൽക്കാരം സ്വീകരിക്കുന്നു, ജനങ്ങൾ മരിച്ചു കിടക്കുമ്പോ, ജ്വല്ലർ ഉദ്ഘാടനം ചെയ്യുന്നു, ജനങ്ങൾ മരിച്ചു കിടക്കുമ്പോ, ഇപ്പൊ അതേ ഹെലികോപ്റ്റർ എടുത്ത് യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ കല്യാണത്തിന് കർണാടകയിലേക്ക് പോകുന്നു. നിങ്ങളല്ലേ ദൂർത്ത? സ്വീകരണ യോഗത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് M ഷാഹിദ് അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ SR അരുൺ ബാബു, ജാഥ മാനേജർ M വിജിൻ MLA, അഡ്വക്കേറ്റ് LG ലിജീഷ്, ജില്ലാ സെക്രട്ടറി K ശ്യാംപ്രസാദ്, പ്രസിഡന്റ് P ഷബീർ, സംസ്ഥാന കമ്മിറ്റി അംഗം KP അനീഷ്, ജില്ലാ വൈസ് പ്രസിഡന്റ് P രതീഷ്, K ഹരിമോൻ എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് സെക്രട്ടറി E ഷിജിൽ സ്വാഗതവും KT ജിജീഷ് നന്ദിയും പറഞ്ഞു. പെരിന്തൽമണ്ണയിലെ സ്വീകരണത്തിന് ശേഷം ജില്ലാ അതിർത്തിയായ പുലാമന്തോളിൽ വെച്ച് ജാഥയെ പാലക്കാട് ജില്ലയിലേക്ക് കൈമാറി. CCN പെരിന്തൽമണ്ണ. MSFനും KSUവിനും സംഘപരിവാറുകാർക്ക് കാക്കി ട്രൗസർ തുന്നുന്ന ജോലിയാണെന്ന് SFI അഖിലേന്ത്യാ പ്രസിഡന്റ് ആദർശ് M സജി. മണ്ണാർക്കാട് SFI സംഘടിപ്പിച്ച മുഹമ്മദ് മുസ്തഫ അനുസ്മരണ സമ്മേളന പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ, ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ സംഘപരിവാറിന് ഇന്ത്യൻ ഹിറ്റ്ലറായിട്ടുള്ള നരേന്ദ്രമോദിക്ക് മുട്ടുകുത്തേണ്ടി വന്നു. പലരും പറയും അത് ജന്തർ മന്ദറിൽ നടന്ന മാത്രം സമരമാണ്, അതിന്റെ വിജയം അല്ല. ഞങ്ങൾ അങ്ങനെയല്ല പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും നീറ്റ് പരീക്ഷയ്ക്കെതിരെ സമരം ചെയ്ത വിദ്യാർത്ഥികളല്ലേ ഇവിടെ ഇരിക്കുന്നവര്? സമരത്തിന്റെ ഭാഗമായ വിദ്യാർത്ഥികളാണല്ലോ ഇവിടെ ഓരോരുത്തരും ഇരിക്കുന്നവര്. നിങ്ങളുടെ എല്ലാവരുടെയും സമരത്തിന്റെ ബലമാണ് കേട്ടോ. നിങ്ങൾ എല്ലാവരും നടത്തിയ സമരങ്ങൾ, നിങ്ങൾ ക്ലാസ് ഉപേക്ഷിച്ച് രാജ്യത്തെ 22 ലക്ഷം വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട്, നാളെ ഈ പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങളെ പോലെ പ്രതിപക്ഷ നേതാവ് VD സതീശനെ പൂക്കി മുഖ്യമന്ത്രി എന്ന് വിശേഷിപ്പിച്ച ആദർശ് M സജി, അത്തരം ഭരണാധികാരികൾ 5 വർഷം കേരളം ഭരിച്ചാൽ സംസ്ഥാനത്തിന്റെ ഗതി പോക്കാണെന്നും കൂട്ടിച്ചേർത്തു. രാജ്യത്താകമാനമുള്ള വിദ്യാർത്ഥികൾ വന്നതിന്റെ ഭാഗമായിട്ടാണ്, ആ സമരത്തിന് മുന്നിലാണ്, ആ വിദ്യാർത്ഥികളുടെ യുവജനങ്ങളുടെ സമരത്തിന് മുന്നിലാണ് ഈ ഭരണകൂടത്തിന് മുട്ടുമടക്കേണ്ടി വന്നത്. നമ്മൾ സമരം ചെയ്തപ്പോൾ
നമ്മുടെ സമരത്തിന് നേരെ എന്താ അവർ പറഞ്ഞത്? അത് തീവ്രവാദികൾ നടത്തുന്ന സമരം. നമ്മൾ തീവ്രവാദികളാണോ? 22 ലക്ഷം ഇന്ത്യൻ വിദ്യാർത്ഥികൾ എഴുതിയ പരീക്ഷയാണ് കേട്ടോ. അതിനുവേണ്ടി നമ്മൾ സമരം നടത്തിയപ്പോ നമ്മൾ തീവ്രവാദികളാണ്, ചൈനീസ് ഏജന്റാണ്, പാകിസ്ഥാനി ഏജന്റാണ്. എന്താ ഈ സമരത്തെ ഇല്ലാതാക്കാൻ, പ്രൊപ്പഗണ്ട നിർമ്മിക്കാനുള്ള ശ്രമം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഓരോരുത്തരും, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഉൾപ്പെടെ, പിന്മടക്കമില്ലാത്ത പോരാട്ടം നടത്തിയതിന്റെ ഭാഗമായി രാജ്യത്താകമാനം SFIയുടെ നേതൃത്വത്തിൽ വിവിധ വിദ്യാർത്ഥി സംഘടനകളുണ്ട്. ABVP ഉണ്ട്, NSUI ഉണ്ട്, അങ്ങനെ ഒരുപാട് വിദ്യാർത്ഥി സംഘടന ഇന്ത്യയിലുണ്ടല്ലോ. അതിൽ ഇവരൊക്കെ സ്വീകരിച്ച സമീപനം എന്താ? ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സമരം ചെയ്യേണ്ടവരാണല്ലോ. ഇവരെന്താ സമീപനം സ്വീകരിച്ച്? ശക്തമായി ഈ സമരത്തിന് നേതൃത്വം കൊടുക്കാൻ അവർക്ക് സാധിച്ചോ? ഇപ്പം SFIയുടെ നേതൃത്വത്തിൽ അതിന്റെ അഖിലേന്ത്യാ ഭാരവാഹി എന്ന നിലയിൽ എനിക്ക് പറയാൻ വേണ്ടി സാധിക്കും. മണ്ണാർക്കാട് വമ്പിച്ച വിദ്യാർത്ഥി റാലിയും സംഘടിപ്പിച്ചു. 100 കണക്കിന് വിദ്യാർത്ഥികളാണ് റാലിയിലും പൊതുയോഗത്തിലും പങ്കെടുത്തത്. CCN മണ്ണാർക്കാട്. തൂത SNDP ശാഖായോഗം വാർഷിക പൊതുയോഗം നടന്നു. പെരിന്തൽമണ്ണ യൂണിയൻ സെക്രട്ടറി വാസു കോതറയിൽ ഉദ്ഘാടനം ചെയ്തു. SNDP തൂത ശാഖായോഗം വാർഷിക പൊതുയോഗമാണ് തൂതയിൽ നടന്നത്. പെരിന്തൽമണ്ണ യൂണിയൻ സെക്രട്ടറി വാസു കോതറയിൽ ഉദ്ഘാടനം ചെയ്തു. എങ്ങനെ മാറ്റം വരുത്തുന്നതാണ് നമ്മൾ ചിന്തിക്കണം. മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ രക്ഷാകർത്താക്കളെ അച്ഛനും അമ്മയും വന്ന് പ്രവർത്തിക്കണം. നമ്മൾ നമ്മുടെ കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കണം. കുട്ടികളെ കാര്യത്തിൽ ഞാൻ കൂടുതൽ പറയുന്നില്ല, കുട്ടികളുണ്ട്, എല്ലാവർക്കും ഉണ്ട്. നമ്മളതിന് കുട്ടികളുള്ളവരാണ്. അപ്പം അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അവർ ഓരോ ദിനചര്യകളും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവരെ പുസ്തകങ്ങൾ നോക്കണം. ഇപ്പോഴത്തെ ഈ ലഹരിയുടെ കാര്യമൊക്കെ അറിയാമല്ലോ. ലേശം ഒരിക്കൽ വയറ്റിൽ നമ്മളെ ശരീരത്തിൽ പെട്ടു കഴിഞ്ഞാൽ അതിന് അഡിക്റ്റാവുക. അത്രയ്ക്കാണ് ഈ ലഹരിയുടെ വ്യാപനം. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളെ കുട്ടികൾ പോയി പെട്ടെന്ന് നമുക്കറിയില്ല. കുട്ടികൾ വരുമ്പോൾ ചെറുക്കും കളിക്കുകയൊക്കെ ചെയ്തിട്ട് ഫസ്റ്റ് രക്ഷതാണ്. കുട്ടികൾ വന്നു കഴിഞ്ഞാൽ നല്ല ഉഷാറായിട്ട് നമ്മുടെ ചെറുക്കും കളിക്കും, ഭർത്താനൊക്കെ പറയും, അമ്മയെ പോയി കാല് കളിക്കും, അച്ഛൻ കാര്യം. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം ഈ കുട്ടിക്ക് എന്തോ പ്രശ്നങ്ങളുണ്ടെന്ന്. അങ്ങനെ ജോയിന്റ് സെക്രട്ടറി കണ്ടപ്പാടി പങ്കജാഷൻ സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് കണ്ടപ്പാടി ഗോപാലൻ അധ്യക്ഷനായി. ഡയറക്ടർ ബോർഡ് അംഗം രമേശ് കോട്ടായപ്പുറത്ത്, കരുവാഞ്ചേരി ഉണ്ണികൃഷ്ണൻ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. എക്സിക്യൂട്ടീവ് അംഗം കുന്നത്ത് ബാലകൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സെക്രട്ടറി കുന്നുംപുറത്ത് ജിതേഷ് നന്ദിയും പറഞ്ഞു. മുതിർന്ന അംഗം എടപ്പറ്റ നാരായണൻ, ശ്രേയ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. 100ഓളം പേർ പരിപാടിയിൽ പങ്കെടുത്തു. CCN പെരിന്തൽമണ്ണ. മാരായമംഗലം കുളപ്പട അയ്യപ്പ ക്ഷേത്രത്തിലെ പുതിയ ശ്രീകോവിലിന്റെ മാതൃകാ പ്രകാശനം ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ N ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു. ചടങ്ങിൽ പുനരുദ്ധാരണ കമ്മിറ്റി പ്രസിഡന്റ് BP ശിവശങ്കരൻ അധ്യക്ഷനായി. രക്ഷാധികാരി ഗോപിനാഥൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് PT സുരേഷ് കുമാർ, സെക്രട്ടറി PK രാജേഷ്, ട്രഷറർ P മണികണ്ഠൻ, ജോയിന്റ് സെക്രട്ടറിമാരായ P ഉദയകുമാർ, P സുധീഷ് തുടങ്ങി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ ചടങ്ങിൽ സംബന്ധിച്ചു. ക്ഷേത്രം ക്ലർക്ക് P രതീഷ് നന്ദിയും പറഞ്ഞു. ചുറ്റമ്പലത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായതിനെ തുടർന്നാണ് ശ്രീകോവിലിന്റെ നിർമ്മാണത്തിലേക്ക് കടക്കുന്നത്. CCN ചെർപ്പുളശ്ശേരി. ചെർപ്പുളശ്ശേരി കോപ്പറേറ്റീവ് അർബൻ ബാങ്കിന് 2025-26 സാമ്പത്തിക വർഷത്തിൽ 2,37 ലക്ഷം രൂപയുടെ അറ്റാദായം ലഭിച്ചതായി ബാങ്ക് ഭരണസമിതി. ബാങ്ക് നൽകിവരുന്ന 110 വർഷത്തെ സേവന പാരമ്പര്യം പ്രയോജനപ്പെടുത്തി വിപുലമായ സേവനങ്ങൾ ഇടപാടുകാർക്ക് ലഭ്യമാക്കുമെന്നും ഭരണസമിതി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബാങ്ക് ഈ 2025-26 സാമ്പത്തിക വർഷത്തിൽ 2,37 ലക്ഷം രൂപ അറ്റാദായം നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുമാത്രമല്ല, നമ്മുടെ നാട്ടിലെ സഹകരണ ബാങ്കുകളെ പോലെ അർബൻ ബാങ്കുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. നിങ്ങൾക്കതറിയുന്ന കാര്യമാണ്. ഈ അർബൻ ബാങ്കുകളുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റും അഡ്മിനിസ്ട്രേഷനും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലും ഇതിൻ്റെ ബാങ്കിംഗ് ബിസിനസ് മുഴുവനും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലുമാണ്. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അനുശാസിക്കുന്ന എല്ലാവിധ മാനദണ്ഡങ്ങളും
നിയന്ത്രണങ്ങളും പാലിച്ചുകൊണ്ടാണ് ഈ ബാങ്ക് പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ തമാശയ്ക്ക് പറയാറുണ്ട്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രവർത്തിക്കുന്നതിനേക്കാൾ ഏറിയോ കുറഞ്ഞോ ഒരു നിലവാരത്തിൽ വേണം ഈ കൊച്ചു ബാങ്കായ ചെർപ്പളശ്ശേരി കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കും പ്രവർത്തിക്കേണ്ടത്. അവർക്കും അർബൻ ബാങ്കുകൾക്കൊക്കെ തന്നെ RBI നിശ്ചയിക്കുന്ന ചില മാനദണ്ഡങ്ങളും അതുപോലെ തന്നെ ചില നിയന്ത്രണങ്ങളുമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളും പ്രവർത്തിക്കുന്നത്. ഈ വർഷം എല്ലാ കരുതൽ തുകകളും മാറ്റിവെച്ചാണ് 2,37,00,000 ബാങ്ക് ലാഭമുണ്ടാക്കിയിട്ടുള്ളത്. മുൻ വർഷത്തെ നെറ്റ് NPA 13.67% നിന്ന് 5.85% കുറയ്ക്കാൻ ബാങ്കിന് സാധിച്ചു. ഈ സാമ്പത്തിക വർഷത്തിൽ നിക്ഷേപങ്ങളിൽ 12%, വായ്പകളിൽ 12.14% വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. ബാങ്കിന്റെ മൊത്തം നിക്ഷേപം 289 കോടി രൂപയായും വായ്പകൾ 230 കോടി രൂപയായും ഉയർന്നിരുന്നു. വിവിധ ബാങ്കിംഗ് ഇടപാടുകൾ വഴി ഗവൺമെന്റിലേക്ക് ലഭിക്കേണ്ട തുകയിൽ നിന്നും 90 കോടി രൂപ ബാങ്ക് അധികമായി സമാഹരിച്ചു. 2025-26 വർഷത്തിൽ ബാങ്കിന്റെ വാർഷിക ബിസിനസ് 600 കോടി രൂപയായി വർദ്ധിച്ചു. വരും വർഷങ്ങളിൽ ബാങ്കിന്റെ ആകെ ബിസിനസ് 800 കോടി രൂപയായി ഉയർത്തുകയാണ് ബാങ്ക് ലക്ഷ്യമിടുന്നത്. ഇതിനായി ഇടപാടുകാർക്ക് സഹായകരമാകുന്ന പുതിയ ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനങ്ങൾ ഏർപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ഈ സാമ്പത്തിക വർഷത്തിൽ പുതിയ ബാങ്കിംഗ് സങ്കേതങ്ങൾ ഉപയോഗിച്ച് കൂടുതൽ ആധുനിക സേവനങ്ങൾ നൽകാനാണ് ബാങ്ക് ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി UPI സംവിധാനം കൂടുതൽ ശക്തമാക്കും. ബാങ്ക് നൽകി വരുന്ന 110 വർഷത്തെ സേവന പാരമ്പര്യം പ്രയോജനപ്പെടുത്തി വിപുലമായ സേവനങ്ങൾ ഇടപാടുകാർക്ക് ലഭ്യമാക്കും. ബാങ്കിന്റെ പുതിയ ശാഖകൾ ആരംഭിക്കുന്നതിനും അയൽ പ്രദേശങ്ങളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിനും കൂടുതൽ കെട്ടിടങ്ങൾ അടക്കമുള്ള സൗകര്യങ്ങൾ കൊണ്ടുവരുന്നതിനും ബാങ്ക് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാങ്കിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ നിലവിലുള്ള ഒരു മുനിസിപ്പാലിറ്റിയും 4 ഗ്രാമപഞ്ചായത്തിലും പുറമെ സമീപസ്ഥ പ്രദേശങ്ങളിലെ കൂടി വ്യാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില പദ്ധതികളും ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാങ്കിന് ATM കൗണ്ടറുകൾ ഇടുന്നതിനും അതുപോലെ തന്നെ വളരെ നല്ല രൂപത്തിലുള്ള ഒരു UPI ആപ്ലിക്കേഷൻ, അപ്പോൾ ഞങ്ങളൊരു മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷൻ ഉണ്ട്. ഇനി UPI കൂടി അതിന് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ അതിൽ UPI സംവിധാനം കൂടി വരുന്നതോടുകൂടി ബാങ്കിലെ ഇടപാടുകാർക്ക് അവരുടെ വീട്ടിൽ നിന്ന് തന്നെ അവരുടെ ബാങ്കിങ് ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള സൗകര്യം ഉണ്ടാക്കാൻ കഴിയും. മാത്രമല്ല നിഷ്ക്രിയ ആസ്തി പരമാവധി കുറച്ചുകൊണ്ട് അതുപോലെ തന്നെ ക്രാർ പരമാവധി കൂട്ടിക്കൊണ്ടുള്ള ഒരു ബാങ്കിങ് പോളിസിയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. സമീപകാലത്തായിട്ട് ഇപ്പോൾ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ബാങ്കിലേക്ക് മാറ്റുന്ന ഒരു ഉത്തരവ് നമ്മുടെ സംസ്ഥാന സർക്കാർ ഇറക്കിയിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് M. മോഹൻദാസ്, വൈസ് പ്രസിഡന്റ് M. പ്രഭാകരൻ, മാനേജിംഗ് ഡയറക്ടർ ജോസ് കെ പീറ്റർ, ജനറൽ മാനേജർ VC ഉണ്ണികൃഷ്ണൻ, മറ്റ് ഭരണസമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി. മലപ്പുറം ഹാജിർ പള്ളി കോൺഗ്രസ് ഓഫീസിന്റെ ഉദ്ഘാടനവും വിദ്യാർത്ഥികളെയും മലപ്പുറം മുനിസിപ്പൽ കോൺഗ്രസ് കൗൺസിലർമാരെയും ആദരിക്കുന്ന ചടങ്ങ് നടന്നു. റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഞാൻ പ്രത്യേകിച്ച് ഹാജിർ പള്ളി കോൺഗ്രസ് ഓഫീസ് ഇവിടെ കുറെ കാലത്തിന് ശേഷം തുടക്കം കുറിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഞാൻ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുക. നമ്മൾ കോൺഗ്രസിനെ ഏറ്റവും കൂടുതൽ ശക്തിപ്പെടുത്തേണ്ട കാലഘട്ടമാണ്. കാരണം ഇന്ന് രാജ്യം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. കേരളത്തിൽ നമുക്ക് അധികാരത്തിൽ UDFന് എത്താൻ കഴിഞ്ഞു എന്ന സന്തോഷകരമായ കാര്യമുള്ളപ്പോൾ ദേശീയ തലത്തിൽ നമുക്കറിയാം BJP ഉയർത്തുന്ന വെല്ലുവിളികൾ ചെറുതല്ല. ഈ രാജ്യത്തെ ജാതി വിഭജിക്കാനുള്ള ബോധപൂർവമായ ശ്രമം. വാർഡ് പ്രസിഡന്റ് P. നാരായണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ DCC ഭാരവാഹികളായ വീക്ഷണ മുഹമ്മദ്, PC വേലായുധൻകുട്ടി, MK മുഹസിൻ, നൌഫൽ ബാബു, BCC പ്രസിഡന്റ് KV ഇസ്ഹാഖ്, മണ്ഡലം പ്രസിഡന്റ് ഖാദർ, DCC മെമ്പർ പരി ഉസ്മാൻ, PK ജലീൽ, ഷാജഹാൻ, അബ്ബാസ് എന്നിവർ സംസാരിച്ചു. ഇനിയും ഒരുപാട് ആളുകൾക്ക് മെമ്പർഷിപ്പ് വിതരണം ചെയ്യാനുണ്ട്. അതൊക്കെ നമ്മൾ ഇനി പരിപാടിക്ക് CCN മലപ്പുറം. പെരിന്തൽമണ്ണ നഗരസഭയുടെയും കൃഷി വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കർഷക ദിനം ആചരിച്ചു.
പെരിന്തൽമണ്ണ മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്തു. പഴയ കാർഷിക സംസ്കാരത്തിൽ കാലാവസ്ഥാ വ്യതിയാനത്തിന് മുമ്പ് മഴയും വെയിലും മഞ്ഞും അതുപോലെ നമ്മുടെ കാലാവസ്ഥ ഋതുക്കളെല്ലാം കൃത്യമായിരുന്ന ഒരു കാലം, കർഷകരുടെ ഏറ്റവും വറുതിക്കാലമായിരുന്ന കർക്കിടകം കഴിഞ്ഞ് ചിങ്ങത്തിലേക്ക് വരുന്ന ഒരു പ്രതീക്ഷയായിരുന്നു അന്നത്തെ കാലാവസ്ഥയുടെ ഭാഗമായിട്ടുള്ള കർഷക ദിനാഘോഷങ്ങൾ. എന്നാൽ ഈ കഴിഞ്ഞ ഒരു 10-15 വർഷങ്ങൾക്കകം നമ്മുടെ കാലാവസ്ഥയിലുണ്ടായ സമൂലമായ മാറ്റം മഴക്കാലത്തെയും വേനൽക്കാലത്തെയും മഞ്ഞുകാലത്തെയും എല്ലാം മാറ്റിമറിച്ച് മലയാളിയുടെ കാർഷിക സംസ്കാരത്തിൻ്റെ ഋതുക്കളെ തന്നെ ആകെ പ്രശ്നസങ്കീർണമാക്കിയിരിക്കുകയാണ്. പക്ഷെ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്ന, കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന, അതിന് താല്പര്യപൂർവ്വം അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കിയവരാണ് എൻ്റെ മുമ്പിലുള്ളത്. നഗരസഭാ ചെയർപേഴ്സൺ പച്ചേരി സുരയ്യ ഫാറൂഖ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വിവിധ മേഖലകളിൽ മികച്ച സംഭാവനകൾ നൽകിയ 10 കർഷകരെ ആദരിച്ചു. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ റജീന കെ പദ്ധതി വിശദീകരണം നടത്തി. നഗരസഭാ വൈസ് ചെയർമാൻ A ഫസൽ മുഹമ്മദ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായ ദിനേശ്, ബഷീർ, ഹുസൈന നാസർ, ഖദീജ തോട്ടശ്ശേരി, അമ്പിളി മനോജ് എന്നിവർ സംസാരിച്ചു. കൃഷി ഓഫീസർ നസ്രീൻ സ്വാഗതവും അസിസ്റ്റന്റ് കൃഷി ഓഫീസർ M ഗോപൻ നന്ദിയും പറഞ്ഞു. CCN പെരിന്തൽമണ്ണ. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർധനരായ കിഡ്നി രോഗികൾക്കായി സൗജന്യ ഡയാലിസിസ് സെന്റർ ആരംഭിക്കാൻ പെരിന്തൽമണ്ണ മർച്ചന്റ് അസോസിയേഷൻ വ്യാപാരികളുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കിഡ്നി രോഗികളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടാകുന്ന സാഹചര്യത്തിൽ സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന രോഗികൾക്ക് ആശ്വാസമേകാനാണ് ഈ സംരംഭം. സ്വന്തമായി സ്ഥലം വാങ്ങി ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ കേന്ദ്രമാണ് തയ്യാറാക്കുന്നത്. വലിയ സാമ്പത്തിക ചിലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിക്ക് നാട്ടുകാരുടെയും മാധ്യമങ്ങളുടെയും പൂർണ്ണ സഹകരണവും പിന്തുണയും ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. മനസ്സറിഞ്ഞത് നിങ്ങളെയും കൂടെ ആവശ്യമാണ് പെരിന്തൽമണ്ണയിൽ എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ 100% വിജയിക്കും. അത് മാത്രമല്ല, ഈ ചെറിയ കുട്ടികൾ, സംസാരിക്കാൻ കഴിയാത്തവരും നടക്കാൻ കഴിയാത്ത അങ്ങനത്തെ വികലാംഗരായിട്ടുള്ള കുട്ടികളാണ്, അവർക്കൊരു സംവിധാനം ഒരുക്കണം എന്ന് ഞങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങളെ സഹായം ചെയ്യുക. അതാണ് ഞങ്ങൾ പത്രസമ്മേളനം വിളിക്കാനുള്ള ഒരു കാരണം. നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് ഈ റിപ്പോർട്ട് നൽകുമ്പോൾ മാത്രമാണ് ജനങ്ങളുടെ ഇടയിൽ ശ്രദ്ധ വരിക. ഇത് അറിഞ്ഞാൽ ഞങ്ങളെ അന്വേഷിക്കുമല്ലോ, ആരാണ് ഇതിന്റെ ആൾക്കാർ എന്നത് ചെയ്യാം. അതാണ് ഞങ്ങൾ ഇന്ന് പത്രസമ്മേളനം വിളിച്ചതിന്റെ ഒരു ഉദ്ദേശം. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജ്യത്തെ പരമോന്നത കായിക ബഹുമതികളിലൊന്നായ അർജുന അവാർഡ് തിളക്കത്തിൽ തച്ചങ്ങാട് ഗ്രാമം. നെല്ലായ മാരായമംഗലം തച്ചങ്ങാട് വാര്യത്തൊടി V മുഹമ്മദ് അജ്മലിനാണ് അർജുന അവാർഡ് ലഭിച്ചത്. മാതാവ് ആസിയുടെ വേർപാടിന്റെ വിടവിലും അജ്മൽ കൈവരിച്ച നേട്ടം നാടിനും കുടുംബത്തിനും ഒരുപോലെ അഭിമാനമായി മാറി. MSFനും KSUവിനും സംഘപരിവാറുകാർക്ക് കാക്കി ട്രൗസർ തുന്നുന്ന ജോലിയാണെന്ന് SFI അഖിലേന്ത്യാ പ്രസിഡന്റ് ആദർശ് M സജി. മണ്ണാർക്കാട് SFI സംഘടിപ്പിച്ച മുഹമ്മദ് മുസ്തഫ അനുസ്മരണ സമ്മേളന പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിൽപ്പനയ്ക്കായി എത്തിച്ച ആനക്കൊമ്പുമായി 7 അംഗ സംഘത്തെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പുത്തനത്താണിയിൽ വെച്ച് പിടികൂടി. ഫോറസ്റ്റ് ഇന്റലിജൻസ്, ഫോറസ്റ്റ് ഫ്ലൈയിംഗ് സ്ക്വാഡ്, കരുവാരക്കുണ്ട് ഫോറസ്റ്റ് ഓഫീസ് എന്നിവരുടെ സംയുക്ത പരിശോധനയിലാണ് കഴിഞ്ഞ ദിവസം രാത്രി പ്രതികൾ വലയിലായത്. ഓഗസ്റ്റ് 19 മുതൽ 22 വരെ തൃശൂരിൽ വെച്ച് നടക്കുന്ന DYFI സംസ്ഥാന സമ്മേളനത്തിന്റെ പൊതുസമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള പതാകയും വഹിച്ചുകൊണ്ടുള്ള ജാഥയ്ക്ക് പെരിന്തൽമണ്ണയിൽ ഉജ്ജ്വല സ്വീകരണം നൽകി. ചെണ്ടമേളങ്ങളുടെയും പൂക്കാവടിയുടെയും അകമ്പടിയോടെയാണ് പ്രവർത്തകർ വരവേറ്റത്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി.